പയ്യാവൂർ കുന്നത്തൂർപ്പാടി കാഞ്ഞിരക്കൊല്ലി നുച്ചാട് റോഡിന് ഭരണാനുമതിയാകാത്തതിനാൽ പ്രവൃത്തി വൈകുന്നു. കേന്ദ്ര CRF പദ്ധതിയിൽ ഉൾപ്പെടുത്തി 60 കോടിയാണ് റോഡിന് അനുവദിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിനുള്ള CRF പദ്ധതിയിൽ ഉൾപ്പെടുത്തി 60 കോടി രൂപ അനുവദിച്ച പയ്യാവൂർ കുന്നത്തൂർപ്പാടി കാഞ്ഞിരക്കൊല്ലി മണിക്കടവ് നുച്ചാട് റോഡിന് ഭരണാനുമതിയാകാത്തതിനാൽ പ്രവൃത്തി വൈകുകയാണ്. 26 കിലോമീറ്ററുള്ള ഈ റോഡ് ശശിപ്പാറ, അളകാപുരി തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങളിലേക്കും കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തേക്കും പോകുന്ന സുപ്രധാന വഴിയാണ്. തുക അനുവദിച്ച ശേഷം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കണ്ണൂർ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ റോഡ് സന്ദർശിക്കുകയും എസ്റ്റിമേറ്റ് തയ്യാറാക്കി സംസ്ഥാന ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഭരണാനുമതി ലഭിച്ചില്ല. എത്രയും വേഗത്തിൽ ഭരണാനുമതി നൽകി റോഡിന്റെ നവീകരണം തുടങ്ങണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പയ്യാവൂർ കാഞ്ഞിരക്കൊല്ലി മണിപ്പാറ റോഡിന് 65 കോടി രൂപ പാസ്സായിട്ടുണ്ട്. എല്ലാ പാർട്ടിക്കാരും പാസ്സായി എന്ന് പറയുന്ന കാര്യങ്ങൾ ഇതുവരെ ഒരു പണികളോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. കാഞ്ഞിരക്കൊല്ലി ശശിപ്പാറ വ്യൂ പോയിന്റ്, അളകാപുരി വെള്ളച്ചാട്ടം, ഇവിടെ എല്ലാ ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തുന്ന ഒരു സ്ഥലമാണ്. റോഡിൻ്റെ ശോചനാവസ്ഥ കൊണ്ട് ജനങ്ങളൊന്നും വരാത്തൊരവസ്ഥയിലേക്കാണ് ഉള്ളത്. വർഷങ്ങളായി അധികൃതർ അവഗണിക്കുന്ന ഈ റോഡിന് ഭരണാനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി അംഗം VN രവിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി, പൊതുമരാമത്ത് മന്ത്രി സജീവ് ജോസഫ് MLA, രാജീവ് ചന്ദ്രശേഖർ MLA, C സദാനന്ദൻ MP, ചീഫ് എഞ്ചിനീയർ എന്നിവർക്ക് നിവേദനം നൽകി. വർഷങ്ങളായി യാതൊരു നവീകരണവും നടത്താത്ത റോഡിൽ എല്ലാ വർഷവും വാഹനാപകടങ്ങൾ പതിവാണ്. കുന്നത്തൂർ ഉത്സവം തുടങ്ങിയാൽ ഇടുങ്ങിയ റോഡിൽ ഗതാഗത തടസ്സവും നിത്യസംഭവമാണ്. ജില്ലയിലെ പ്രധാന ഹിൽ ടൂറിസം കേന്ദ്രമായ കാഞ്ഞിരക്കൊല്ലിയിലെ ആമിനത്തോട് വരെയാണ് 20 വർഷം മുൻപ് റോഡ് വികസിപ്പിച്ചത്. പയ്യാവൂർ മുതൽ കുന്നത്തൂർ വരെയുള്ള ഭാഗത്ത് പലപ്പോഴായി കുഴി അടയ്ക്കാറുണ്ടെങ്കിലും പാടാങ്കവല മുതൽ കാഞ്ഞിരക്കൊല്ലി വരെ ഒരു പണിയും നടത്തിയിട്ടില്ല. വാഹനങ്ങൾ സൈഡ് കൊടുക്കാൻ പോലും മിക്കയിടത്തും സൗകര്യമില്ല. റോഡരികിൽ നടപ്പാതയുമില്ല. KSRTC ഉൾപ്പെടെ 5 ബസ്സുകൾ ഇതുവഴി സർവീസ് നടത്തുന്നുണ്ടെങ്കിലും വീതി കൂട്ടി നവീകരിക്കണമെന്ന ആവശ്യവും നടപ്പായില്ല. KC ജോസഫ് മന്ത്രിയായ കാലത്ത് 10 മീറ്റർ വീതിയിൽ റോഡ് വികസിപ്പിക്കാനായി എസ്റ്റിമേറ്റ് നൽകിയെങ്കിലും തുടർ നടപടിയുണ്ടായില്ല. TP അഷ്റഫ് ചെയർമാനായും KT അനിൽകുമാർ കൺവീനറായും രൂപീകരിച്ച ജനകീയ കമ്മിറ്റി റോഡരികിൽ സ്ഥലമുള്ളവരിൽ നിന്ന് സമ്മതപത്രം അടക്കം വാങ്ങി നൽകിയിരുന്നു. എന്നിട്ടും റോഡ് നവീകരണം സാധ്യമായില്ല. ഇതിനെല്ലാം ഒടുവിലാണ് ഈ വർഷം ജനുവരിയിൽ CRF പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുക വകയിരുത്തിയത്. പയ്യാവൂർ, ഉളിക്കൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡിന്റെ വികസനം സാധ്യമായാൽ പ്രദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും തീർത്ഥാടകർക്കും ആശ്വാസമാകും. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.